ഞാനിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണ് കേട്ടോ. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ചേച്ചിമാരാണ്. ഇന്ന് നമ്മൾ സാധാരണ ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ ചങ്ങനാശ്ശേരിയിലോട്ടൊക്കെ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് ഒറോട്ടിയും പാലും. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ എന്നാന്നറിയോ, ദുഃഖ വെള്ളിയാഴ്ച ഇവിടെ ആരും ഉച്ചയ്ക്ക് എല്ലാവരും ഫുഡ് കഴിക്കും. ഒരു നേരം രാവിലെ ഉണ്ടാവില്ല, അന്ന് ഒരു നേരം ആയിരിക്കുമല്ലോ. പക്ഷെ കുരിശിൻ്റെ വഴിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് രാത്രിയിൽ നമ്മൾ ഒറോട്ടി ഉണ്ടാക്കും. ആ ഒറോട്ടിക്ക് നമ്മൾ പൊടി വാട്ടി കൊഴിക്കത്തില്ലേ, അതുപോലെ തന്നെ പൊടി വാട്ടി കൊഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് തേങ്ങയും ചെറുജീരകവും കൂടെ എടുത്തതാ ഇങ്ങനെ ബോളാക്കിയിട്ട് ഇനി അതിനെ ഒന്ന് പരത്തും. കൈ കൊണ്ട് തന്നെ കണ്ടോ, ഇങ്ങനെ പരത്തി പരത്തി എടുക്കും, കനം കുറച്ച്. നമ്മുടെ നാട്ടിലൊക്കെ കോഴിക്കോട് സൈഡിലൊക്കെ ഓട്ടട ഉണ്ടാക്കുക എന്ന് പറയും, ഇവിടെ ഒറോട്ടി ഉണ്ടാക്കുക എന്ന് പറയും. ഒറോട്ടിയും തേങ്ങാപ്പാലുമാണ് അതിന്റെ ഒരു കോമ്പിനേഷൻ കേട്ടോ. ഭയങ്കര ടേസ്റ്റാ. ഞങ്ങളൊക്കെ ദുഃഖ വെള്ളിയാഴ്ച, ഞാൻ ഇവിടെ കോഴിക്കോട് ഇപ്പോഴും ഞാൻ അത് ഉണ്ടാക്കുവേ. അത് എൻ്റെ അമ്മയുടെ ഒരു ഓർമ്മ. അമ്മ അതേ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുവുള്ളായിരുന്നു. അപ്പൊ ചട്ടി ചൂടായി കിടപ്പുണ്ട്, അതിലേക്ക് അങ്ങോട്ട് ഇടും. ഇത് ഇങ്ങനെ ഇവിടം വെച്ചിട്ടാ പരത്തുന്നല്ലേ? ഈ കൈയുടെ ഉള്ളം കൈ വെച്ച് പരത്തും. ഇത് വിരലുകൊണ്ട് നമ്മളിങ്ങനെ പാട് വീഴിക്കത്തില്ല, എന്നാലേ ആ ഒറോട്ടിക്ക് ഒരു ഭംഗിയുള്ളൂ. നമ്മുടെ അപ്പം ഒറോട്ടി ഒന്ന് തിരിച്ചു മറിച്ച് ഇടണം കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഇത് ചെറു തീയിൽ ഇങ്ങനെ കിടന്ന്. പണ്ടൊക്കെ ഇത് നമ്മള് വറചട്ടിയിലല്ലേ ചേച്ചി ഉണ്ടാക്കുന്നത്? വറചട്ടിയല്ല, ഒറോട്ടിച്ചട്ടി ഉണ്ട്. ഒറോട്ടിച്ചട്ടി ഉണ്ട്, അതിനകത്താണ് നമ്മൾ ഉണ്ടാക്കുക കേട്ടോ. ഇപ്പൊ പിന്നെ എളുപ്പപ്പണി. അത് സ്കൂൾ വിട്ട് വരുമ്പോ 4 മണിക്ക് എല്ലാ വീടുകളിലും മിക്കവാറും ഒറോട്ടി ആയിരിക്കും. ഗോതമ്പ് റോട്ടി. ഗോതമ്പ് റോട്ടിയും പാലും കാപ്പി. പാല് വേണ്ടാത്തവർക്ക് കട്ടണം തരും. നമ്മുടെ ഒറോട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പൊറോട്ടി കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ, തനിപ്പാല് വേണം. തേങ്ങയുടെ 1/4 പാലെടുത്ത് അതിനകത്ത് പഞ്ചസാര ചേർത്ത്, പിന്നെ ടേസ്റ്റിന് ഒരു ഏലക്കായ ചതച്ച് വേണമെങ്കിലും ഇടാം. ഞാൻ ഇടാൻ പോയിട്ട് ഇവരെല്ലാം എന്നെ ഞാൻ മസാല കൂടുതൽ എടുക്കുമ്പോൾ എന്നെ വഴക്കും. നമുക്ക് ഒഴിക്കാം. ഒഴി. അല്ലേ ടേസ്റ്റ് നോക്കുന്നേ? അതെ, ഒരാള് തന്നെ അങ്ങനെ നോക്കണ്ട. റിൻസേ, നീ നോക്കി. ഞാൻ നോക്കാം. എങ്ങനെയുണ്ട് റിൻസേ? ഇതെനിക്ക് പണ്ടേ ഇഷ്ടമുള്ള സാധനം. സൂപ്പർ ടേസ്റ്റാ, ഒന്നും പറയാനില്ല കേട്ടോ. ഇത് എനിക്ക് അമ്മ കുഞ്ഞിലെ ഉണ്ടാക്കി തരുമ്പോഴേ എനിക്ക് ഇഷ്ടമായിരുന്നു. നമുക്ക് ഉണ്ടാക്കി തന്ന ചേച്ചിമ്മയ്ക്ക് തന്നെ ആദ്യത്തെ വാ, എന്നാ കൊതിച്ചിക്ക് രണ്ടാമത്തെ വാ, മധുര കൊതിച്ചി. അമ്മേ, ഇനി ബാക്കി ഞാൻ തന്നെ തിന്നോളാം. അപ്പൊ ഇങ്ങനെ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ 3 പേരും കൂടെ ഉണ്ടാക്കിയ ഈ ഡിഷുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ.